ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. അമ്മ രാവിലെ എണീറ്റ് അപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം കിടന്നുറങ്ങിയിട്ട് രാവിലെ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ടാങ്കിൽ 2-3 മീൻ ചത്ത് കിടന്നത് കണ്ട് അപ്പനും മക്കളും കൂടെ ഫിഷ് ടാങ്ക് ഒക്കെ വൃത്തിയാക്കി. അമ്മയും നിലുവും കുക്കും കൂടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ബീഫ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് ഉപ്പിട്ട് ബീഫ് കുഴച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചു. കുക്കറിൽ ബട്ടർ അലിയിച്ച് അതിലേക്ക് സവാള ഇട്ട് വഴറ്റി പച്ചമുളകും വറ്റൽമുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബിരിയാണി മസാല ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് എന്ന കണക്കിലെ വെള്ളവും പുഴുങ്ങാനുള്ള 3 മുട്ടയും പിന്നെ കുറച്ച് മുഴുവൻ മസാലകളും കൂടി ഇട്ട് കൊടുത്തു. സ്റ്റൂവിനായിട്ട് ഓൾറെഡി വേവിച്ച് ഇറച്ചി തന്നെയാണ്. അരിയുടെ കൂടെ ഒരു വിസിലും കൂടെ ആയിട്ട് നമ്മുടെ ബിരിയാണി റെഡിയായി. ഫിഷിംഗ് ബോട്ടിൽ നിന്ന് കാണാതായ റോബിൻസൺ ചേട്ടൻ്റെ കാര്യം റീലിലൂടെയും വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ചാനലുകാർ ഇന്നിവിടെ വരുന്നുണ്ട്. അവരെയും കൂട്ടി ലിജി ചേച്ചിയുടെ അടുത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് പോയി. സെന്റ് മൈക്കിൾസ് ചർച്ചിലെ പെരുന്നാളാണ്. കുരുക്കഴിക്കുന്ന മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം ഇവിടെയാണ്. ബോട്ടിൽ നിന്ന് കാണാതായ ചേട്ടനെ കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ മറ്റൊരു വീഡിയോയിലിടാം. ലോങ് വീഡിയോ നെറ്റോസ് എന്ന ചാനലിലുണ്ട്. സ്നേഹവിരുന്നൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട്. അപ്പോൾ നമുക്കിനി നാളെ കാണാം.